കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ പ്രവാസിയാണ്. അതിന്റെ മുന്നേ വിവാഹം കഴിഞ്ഞ് ഏകദേശം 8 വർഷത്തോളം ഞാളങ്ങ് ഒരുമിച്ച് ഇവിടെ താമസിച്ചോക്കാം. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വീട്ടിലില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ച ഒരാള് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാനസികമായിട്ട് തകർന്നു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരികയാണെന്ന് അറിഞ്ഞിട്ടാണ് ഈ യുവതി പോയിട്ടുള്ളത്. കൂട്ടിന്ന് 13 പവൻ സ്വർണ്ണാഭരണങ്ങളും ഡ്രസ്സൊക്കെ എടുത്ത് പ്ലാനഡ് ആയിട്ട് പോയ യുവതിയാണ്. അപ്പോൾ ഈ ഒരു സ്ത്രീ ഇറങ്ങിപ്പോയിട്ടുള്ളത് ഒരു മൊബൈൽ ഷോപ്പ് ഉടമയുടെ കൂടെയാണ്. അയാൾക്ക് ഭാര്യയും 3 മക്കളുണ്ട്. കോഴിക്കോട് ബാലുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രവാസിയുടെ ഭാര്യ ഒളിച്ചോടിപ്പോയ വാർത്ത നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വാർത്ത മാത്രമേ ഉള്ളൂ. ഈ ഒരു വാർത്തയെ പറ്റിയിട്ട് വീഡിയോ ഇടുന്ന ആൾക്കാർക്കെല്ലാം അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പും ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭർത്താവിൻ്റെ നിസ്സഹായാവസ്ഥ കണ്ടതിൻ്റെ പേരിലാണ്. കാര്യം ആ ഒരു മനുഷ്യനും ഈ ഒരു ഭാര്യയും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. മാസം ചിലവിന് പൈസ അയച്ചു കൊടുക്കുന്നു, ഫോൺ വിളിക്കുന്നു, സംസാരിക്കുന്നു. എന്നിട്ട് നാട്ടിൽ വരുന്ന ആ ഒരു സമയം നോക്കി ഇവൾ ആ കൊച്ചിനെയും കൊണ്ട് ഒളിച്ചോടി. അതായത് ഈ ഒരു വ്യക്തിയിൽ നിന്നുണ്ടായ കൊച്ചാണത്. ആ കൊച്ചിനെയും കൊണ്ട് ഇവൾ ഒളിച്ചോടി പോയിരിക്കുകയാണ്. പോകുന്ന കൂട്ടത്തിൽ ഒരു 13 പവനും കൂടെ എടുത്തുകൊണ്ടാണ് പോയിരിക്കുന്നത്. ഭർത്താവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വണ്ടടിച്ചിരിക്കുകയാണ്. എന്ത് പറയണം, എന്ത് ചെയ്യണമെന്ന് ആ ഒരു മനുഷ്യൻ അറിയത്തില്ല. ആ ഒരു മനുഷ്യൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കൊച്ചിനെ തിരിച്ച് കിട്ടണം. അതാണ് ഏറ്റവും കൂടുതൽ ആ ഒരു വീഡിയോയിൽ പുള്ളി സംസാരിക്കുന്നത്. ശരിക്കും ഇവക്കൊക്കെ എന്തിൻ്റെ കേടാന്ന് എനിക്ക് ഇവിടെ കിട്ടുന്നില്ല. അതായത് കല്യാണം കഴിച്ച് കഴിഞ്ഞ് ഈ കൊച്ചിന് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുമാണ് ഈ അന്യരാജ്യത്ത് പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്. അതുപോലും മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ ഇവൾ ഈ ഒരു പണി കാണിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ ഒളിച്ചോടി പോകണമെങ്കിൽ ഭർത്താവുമായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊരുത്തക്കേടോ ഉണ്ടാവണം. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. ഇത് യാതൊരുവിധ കുഴപ്പവും ഇല്ലാതെയാണ് പോയിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പുള്ളി വന്ന് സംസാരിച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. എൻ്റെ പേര് ജയ്സന്. ഞാൻ കിനാലൂർ ഏഴുവണ്ടി സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എൻ്റെ ഭാര്യയും കുട്ടിയെയും വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഇന്നേക്ക് ഏതാണ്ട് 8 ദിവസത്തോളമായി. ഇതുവരെ വിവരമൊന്നുമില്ല. അന്ന് തന്നെ മിസ്സിംഗ് കേസ് ഉണ്ടായ സമയത്ത് തന്നെ ബാലുശ്ശേരി പോലീസിലും അതുപോലെ തന്നെ വടകര DYSPന്റെ നേതൃത്വത്തിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വിവരമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് എനിക്കിപ്പോൾ ഉള്ളത്. കണ്ട പുള്ളി എടുത്തു പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ, എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ എനിക്ക് കണ്ടുപിടിക്കണമെന്ന്. പക്ഷേ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രഞ്ജീഷിൻ്റെ മരണവാർത്തയില്ലേ, അതായത് ബസ് കണ്ടക്ടറായിട്ടുള്ള പുള്ളിക്കാരൻ്റെ അവസ്ഥ എന്താണ്? അതായത് ഭാര്യ വേറൊരുത്തനുമായിട്ട് റിലേഷൻ ആകുന്നു, അവർ തമ്മിൽ ഡിവോഴ്സ് ആകുന്നു. ഡിവോഴ്സ് ആയിട്ട് ആ കൊച്ചിന് വേണ്ടിയിട്ട് അവൾ കോടതിയിൽ പോയിട്ട് ഓർഡർ മേടിച്ചുകൊണ്ട് വന്ന. കോടതി എന്താ വിധിച്ചത്? ആ കൊച്ചിനെ വിട്ടുകൊടുക്കാനായിട്ട്. അപ്പോഴും ഇവിടെ ബലിയാടാവുന്ന ആരാണ്? ഈ പറയുന്ന ആണുങ്ങളാണ്. അതായത് ഈ രഞ്ജീഷ് ആയിക്കോട്ടെ, പിന്നെ ഈ ഒരു പുള്ളി ആയിക്കോട്ടെ. രഞ്ജീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് ആ ഒരു വിഷമം താങ്ങാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടില്ലേ? ഈ പുള്ളിക്കും ഇതുപോലെ പിടിച്ച് നിൽക്കാനായിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടായില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. രഞ്ജീഷിൻ്റെ അവസ്ഥ തന്നെ ആയനെ. കാര്യം ചിലവർക്കൊന്നും പെട്ടെന്ന് അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇവിടെയും പുള്ളി ഹൈലൈറ്റ് ചെയ്ത് പറയണത് എനിക്ക് എൻ്റെ കുട്ടിയെ കിട്ടണമെന്നാണ്. ഇപ്പം ഇവള് നാളെ ഈ പറയുന്ന വ്യക്തിയായിട്ട് ഡിവോഴ്സ് ആയി കഴിഞ്ഞാലും അവൾ ആ കൊച്ചിന് വേണ്ടി ഫൈറ്റ് ചെയ്യും. അതായത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി പറയും അമ്മയുടെ കൂടെ കൊച്ചിനെ വിടാനേ പറയത്തുള്ളൂ. ഇതാണ് നമ്മുടെ നിയമം. അതായത് ഇപ്പം നഷ്ടങ്ങൾ വന്നപ്പോൾ ആർക്കാണ്? ഈ ഒരു വ്യക്തിക്ക് മാത്രമാണ് നഷ്ടങ്ങൾ. ഒരു വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതും പറഞ്ഞാൽ ഇവക്കൊന്നും ജീവിക്കാനായിട്ട് ഒരുമിച്ച് താല്പര്യമില്ലെങ്കിൽ ഓപ്പണായിട്ട് പറയുക, എന്നിട്ട് 2 പേരും സെപ്പറേറ്റഡ് ആവുക. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെയുള്ള തന്തയില്ലായ്മ എന്താണ് ചെയ്യുന്നത്? അതും വേറൊരു കോമഡി ഉണ്ട്. ഇവൾ ഈ ഒളിച്ചോടി പോയ വ്യക്തി ആരാണ്? അതായത് ആ വ്യക്തിക്ക് 3 പിള്ളേരും ഒരു ഭാര്യയുമുള്ള ഒരുത്തൻ്റെ കൂടെയാണ് ഇവൾ ഒളിച്ചോടി പോയിരിക്കുന്നത്. അത് അവൾ എങ്ങനെ അവനുമായിട്ട് കമ്പനി ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ശരിയാക്കാൻ വേണ്ടി മൊബൈൽ കടയിൽ പോയതാണ്. അങ്ങനെ തുടങ്ങിയ ബന്ധമാണ്. അതിന് പോലീസ് വേണ്ട രീതിയിൽ എന്നെ സഹായിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിൻ്റെ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് എൻ്റെ മകൻ എവിടാന്നുള്ളത്, ഭാര്യ എവിടാന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ പ്രവാസിയാണ്. അതിൻ്റെ മുന്നേ വിവാഹം കഴിഞ്ഞ് ഏകദേശം 8 വർഷത്തോളം ഞാളങ്ങ് ഒരുമിച്ച് ഇവിടെ താമസിച്ചതാണ്. വിവാഹം കഴിഞ്ഞ് നാട്ടിൽ ഏകദേശം 8 വർഷത്തോളം ഒരുമിച്ച് താമസിച്ചതാണ്. ഇപ്പം ഏകദേശം 4 വർഷത്തോളം പ്രവാസിയാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒന്ന് ആലോചിക്കണം, ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നത്. അതായത് ഇവർക്ക് വേണ്ടിയിട്ടല്ലേടേ അവൻ ഈ പറയുന്ന വ്യക്തി അവിടെ സൗദിയിൽ പോയി കിടന്ന് കഷ്ടപ്പെടുകയും
ഒക്കെ ചെയ്തത്. എന്നിട്ട് ഈ ഒരു പ്രവൃത്തി കാണിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിയമമാണ് സത്യം പറഞ്ഞാൽ മാറ്റേണ്ടത്. ഇതൊക്കെ കേസെടുപ്പിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുക, അത് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള തന്തയിലാത്തരം ചെയ്യുന്നവരുടെ പേരിൽ കേസെടുപ്പിക്കണം. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു നിയമമില്ല. മിസ്സിങ് കേസ് മാത്രമേ ഇവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അതൊന്നും ചെയ്യാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തുണ്ടായിരുന്നു കുറച്ച് സാമ്പത്തികവും വീടിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടാണ് രണ്ടാമത് ഞാൻ വിദേശത്തേക്ക് പോയത്. ഇപ്പൊ ഏകദേശം 2 വർഷമായിട്ട് ഞാൻ സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ മാസം 21-ാം തീയതി നാട്ടിൽ വരാനൊക്കെ ടിക്കറ്റും കാര്യമൊക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മിസ്സിംഗ് കേസ് വന്നത്. എനിക്കിപ്പം തന്നെ കാര്യമായിട്ട് എൻ്റെ മകനെ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പരമാവധി ശ്രമിക്കുന്നത്. പക്ഷേ എന്താണ് ഇതിൻ്റെ പുറകിൽ നടന്നത്, എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ വിളിക്കുമ്പോഴോ മറ്റു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നമോ കാര്യം എൻ്റെ വീട്ടിലില്ല. വളരെ സന്തോഷപൂർവ്വമാണ് കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷമോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രവാസി ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വീട്ടിലില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ച ഒരാൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാനസികമായിട്ട് തകർന്നു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് എന്താണ് സംഭവിച്ചത്, എൻ്റെ മകനെ തിരിച്ചു കിട്ടാന്നുള്ളൊരു നടപടി എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം. അതിനൊരു പരിസമാപ്തിയിൽ എത്തണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ഈ ഒരു മനുഷ്യൻ എന്തായാലും മനസ്സിന് ആ ഒരു ധൈര്യം ദൈവം കൊടുക്കട്ടെ. കാര്യം വേറെ ഒരു രീതിയിലുള്ള ചിന്താഗതിയിലോട്ടൊന്നും പോവാതിരിക്കട്ടെ. കാര്യം ചിലവർക്കൊന്നും ഈ ഒരു സിറ്റുവേഷൻ പിടിച്ച് നിൽക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പം എന്ത് തന്നെ ആയി കഴിഞ്ഞാലും ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. കാര്യം ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ്, അല്ലേ? കാര്യം ഇതിപ്പോൾ എത്രാമത്തെ കേസാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതായത് ഗൾഫിൽ ഇതുപോലെ ഭർത്താക്കന്മാർ ചെന്നിരിക്കുന്നു, നാട്ടിൽ ഭാര്യമാരിങ്ങനെ ഒളിച്ചോടി പോകുന്നു. ഇത് തന്നെ കണ്ടിന്യൂസ്ലി കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെയുള്ള ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവളൊക്കെ പിന്നെ എന്തിനാണ് ഈ കല്യാണം എന്ന് പറഞ്ഞ് ഒരു സാധനത്തിനകത്തോട്ട് പോകുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇവളൊക്കെ സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നത്? ഇനി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോ ഉണ്ട്, അതൊന്ന് കാണാം. ഈ കോഴിക്കോട് ബാലുശ്ശേരിയിലുള്ള ഷഹലാഷറിൽ നിന്നുള്ള 30 വയസ്സുള്ള യുവതിയും 7 വയസ്സുള്ള അതിൻ്റെ മോനും കാണാതായി. എനിക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടി. ആ വിവരങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. പോലീസൊന്നും പരിശോധിച്ചിട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. സത്യത്തിൽ കാര്യമായിട്ട് പോലീസ് പരിശോധിച്ചിട്ടില്ല. അല്ലെ തന്നെ പോലീസുകാർ ഇതിനകത്ത് എന്ത് ചെയ്യാനാണ്? അത് നമ്മുടെ നിയമം അങ്ങനെയാണ്. അങ്ങനെ ആയ സ്ഥിതിക്ക് അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് മിസ്സിംഗ് കേസ് എന്ന് പറയുന്നൊരു സാധനം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എവിടെയാണെന്നും പറഞ്ഞ് അവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? അവൾ ഇനിയിപ്പം വന്ന് കോടതി പറയും എനിക്കിപ്പം ജീവിക്കാനായിട്ട് താല്പര്യമില്ല, അല്ലെങ്കിൽ അവനിൽ നിന്ന് മാനസിക ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവിടെ തീർന്ന്. പക്ഷെ സങ്കടവും വിഷമവും ആർക്കാണ് ഉണ്ടാകുന്നത്? ആ ഒരു വ്യക്തിക്കായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പം ഇതങ്ങനെയാണ് നിയമം. ഇനിയിപ്പം നോക്കിക്കോ, ഈ പറയുന്ന വ്യക്തി ആ കൊച്ചിനെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പോലും അവൾ പോയി കോടതി വഴി ഓർഡർ മേടിച്ചുകൊണ്ട് വരും. ആ സമയത്ത് ഭർത്താവ് ഗൾഫിലായിരുന്നു. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരികയാണെന്ന് അറിഞ്ഞിട്ടാണ് ഈ യുവതി പോയിട്ടുള്ളത്. പൊട്ടിന്ന് 13 പവൻ സ്വർണ്ണാഭരണങ്ങളും മറ ഡ്രസ്സൊക്കെ എടുത്ത് പ്ലാനഡ് ആയിട്ട് പോയ യുവതിയാണ്. ബാങ്കിൽക്കാണെന്ന് പറഞ്ഞ്, കനറ ബാങ്കിൽക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഭർത്താവിൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇത് മുൻകൂട്ടി പ്ലാനാണ്. കാരണം ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോയതാണ്. ഒരാളും ഒരു വീട്ടിൽ നിന്ന് ഒരു ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിർബന്ധമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഭർത്താവിൻ്റെ വീട്ടിൽ പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ല എന്നാണ്. പിന്നെ പ്രശ്നം ഇവിടെ കുഞ്ഞിനെയും കൊണ്ട് പോയതാണ്. ഭർത്താവ് അതാണ്. ഇതിൽ പറയുന്നൊരു കാര്യം കേട്ടില്ലേ? ഒരു കാര്യവുമില്ല, അതായത് അവർ തമ്മിൽ യാതൊരുവിധ പ്രശ്നവുമില്ലെന്നാണ് ഭർത്താവ് പറയുന്നത്. പക്ഷേ ഒരു കാര്യമില്ലാതെ ഒരു പെണ്ണ് ഒളിച്ചോടി പോകേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നത്. പക്ഷേ ചിലവരങ്ങനെയാണ്. അങ്ങനെ എല്ലാ കേസിലും നമുക്കൊരു കാര്യമില്ല, പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് മാത്രമേ പോകത്തുള്ളൂ. അങ്ങനെയല്ല, ചില ആൾക്കാർ അങ്ങനെയാണ്. ഈ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും ഇവിടെ നഷ്ടം വന്നപ്പോൾ ആർക്ക് വന്ന്? പിന്നെ കൊച്ചിൻ്റെ കേസാണ് ഇവിടെ എല്ലാവരും ഈ ഒരു വിഷയത്തിൽ വന്നിരുന്ന് സംസാരിക്കുന്നത്. കൊച്ചിൻ്റെ കാര്യം കണ്ട, കൊച്ചിനെ തിരിച്ചു കിട്ടണം, കൊച്ചിനെ തിരിച്ചു കൊടുക്കണം. അതൊന്നും നടക്കുന്നൊരു കാര്യമേ അല്ല. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് കുമളിയിൽ നടന്ന രഞ്ജീഷിൻ്റെ വിഷയം. അത് മാത്രം എടുത്ത് നോക്കിയാൽ മതി. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. രഞ്ജീഷിന് എന്ത് നീതിയാണ് കിട്ടിയത്? ഇതുവരെയും നീതി കിട്ടിയിട്ടില്ല. ആ വീഡിയോയിൽ പറയുന്നത് എനിക്ക് എൻ്റെ കുഞ്ഞിനെയും തിരിച്ചു കിട്ടണം. അപ്പോൾ ഇവർ എങ്ങോട്ടാണ് പോയത് എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പം ഞാൻ പറയുന്നില്ല. അതൊക്കെ പോലീസ് കണ്ടുപിടിക്കട്ടെ. പക്ഷേ ഇവർ നമ്മുടെ സ്റ്റേറ്റ് വിട്ടുപോയിട്ടില്ല. ഇവരുടെ ഫോട്ടോസുകളും മറ്റു കാര്യങ്ങളൊക്കെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. ഇവർ നാട്ടിൽ തന്നെ ഉണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച. അത് കഴിഞ്ഞിട്ട് ഇവർ തിങ്കളാഴ്ച ഒരു കോടതിയിൽ ഹാജരാകും. എനിക്കിഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഞാൻ ജീവിക്കുകയാണെന്നായിരിക്കും ഈ ഒരു സ്ത്രീ പറയാം. അപ്പോൾ ഈ ഒരു സ്ത്രീ ഇറങ്ങിപ്പോയിട്ടുള്ളത് ഒരു മൊബൈൽ ഷോപ്പ് ഉടമയുടെ കൂടെയാണ്. അയാൾക്ക് ഭാര്യയും 3 മക്കളുണ്ട്. സ്വന്തം ഭാര്യയുടെ ആ 3 മക്കളോട് സ്നേഹമില്ലാതെ ഈ പെണ്ണിൻ്റെ കൂടെ ഒളിച്ചോടി പോകണമെങ്കിൽ
ചിന്തിച്ച് നോക്കിയാൽ മതി അവൻ എത്രത്തോളം ജെനുവിൻ ആയിരിക്കുമെന്ന്. അവരോടില്ലാത്ത സ്നേഹമാണോ ഇവരോട് ഈ പറയുന്ന ഈ ഒരു വ്യക്തിയെടുത്തുള്ളത്? കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പഴയ ഒരവസ്ഥയിൽ തിരിച്ച് വരാതിരുന്നു കഴിഞ്ഞാൽ കൊള്ളാം. കാര്യം അവൻ അതിലും വലിയ ഫ്രോഡാണ് അവൻ. ഒന്ന് ആലോചിക്കും, ഇവളെ കട്ടി വലിയ ഫ്രോഡായിരിക്കും അവൻ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമല്ല ഈ ഒരു പരിപാടി ചെയ്യത്തുള്ളൂ. ഈ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് അതും കൂടി എടുത്തു വെച്ച് വീഡിയോ ചെയ്യണം. സത്യം പറഞ്ഞാൽ അതാ ചെയ്യേണ്ടത്. അപ്പോൾ അവൻ്റെ ഫോട്ടോ എന്തുകൊണ്ട് വെളിയിൽ വരുന്നില്ല? അവനെവിടെ ഒളിച്ചിരിക്കുകയാണോ? അവൻ്റെ ഫോട്ടോ ഒരു മനുഷ്യരുടെ കയ്യിലില്ലേ? അയാളുടെ ഭാര്യയും മക്കളെയും നോക്കാതെയാണ് ഈ ഒരു തോന്നിവാസത്തിന് കൂട്ടിക്കുന്നത്. എന്ത് കാലാലേ ഇതുപോലത്തെ ആഗ്രഹങ്ങളുള്ള അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ ബന്ധങ്ങൾ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പുള്ള സ്ത്രീകളെ നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ കൂടെ സ്നേഹം കാണിച്ച് വരുന്ന ഒരാൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉള്ള ഒരാൾ അവരുടെ കാര്യം കൃത്യമായിട്ട് നോക്കാതെ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ 100% അത് കള്ളത്തരാണെന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പല ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോഴാക്കും ഇടയ്ക്ക് മൂന്നാമതൊരാളായിട്ട് ഒരു ഫ്രണ്ടൊക്കെ ആയിട്ട് കടന്നു വരുമ്പോൾ നല്ല ഫ്രണ്ടും നല്ല റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കും. പിന്നീട് സങ്കടങ്ങൾ പറഞ്ഞിട്ടത് ഒഴിവാവാൻ പറ്റാത്ത റിലേഷൻഷിപ്പായിട്ട് മാറുകയാണ്. അപ്പോഴാണ് ഇറങ്ങിപ്പോവുക. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഇറക്കി കൊണ്ടുപോകുന്നവരിൽ നല്ലൊരു പങ്കുമാരായിരിക്കും വിവാഹിതരായ ആളുകൾ. അപ്പോൾ അത്രയും വലിയ ആവേശവും കെയറിങ്ങും കൊടുക്കും. ഇതാണ് ആ ഒരു വാർത്ത. ഇതിൽ കൂടുതൽ ഇതിനകത്ത് നമ്മളൊന്നും സംസാരിക്കാനായിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ ഒരു സങ്കടം കണ്ടില്ല. അയാൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നറിയാൻ വയ്യാതെ മീഡിയയുടെ ഒക്കെ മുന്നിൽ വന്നിന്ന് സംസാരിക്കുവാണ്. എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിലെ നിയമമാണ് മാറ്റേണ്ടത്. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നീതി ആണുങ്ങൾക്കും കൂടി വേണൂടെ? ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. ഒരു കഥയുമില്ലാതെ നാട്ടിലുള്ള പീഡന കേസിലെ പ്രതികൾക്ക് വേണ്ടിയിട്ടല്ല സംസാരിക്കേണ്ടത്. ഈ മെൻസ് അസോസിയേഷനിൽ പോലെയുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരൊന്നും ഇതൊന്നും കാണുന്നില്ലേ? ഇതിനെപ്പറ്റിയൊന്നും അവർക്ക് പ്രതികരിക്കണ്ടേ? തീർച്ചയായിട്ടും ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുക. അല്ലാതെ നാട്ടിൽ എന്ത് തോന്നിയാസം കാണിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ അല്ല നിങ്ങളാരും സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് വോയിസ് റൈസ് ചെയ്ത് സംസാരിക്കുക. ഇനി ഈ ഒരു മനുഷ്യന് വന്നൊരവസ്ഥ ഇനി വേറെ ഒരു മനുഷ്യർക്ക് വരാതിരിക്കണ്ടേ? എന്തായാലും അവൾ നൈസായിട്ട് ആ സ്വർണവും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് അവൾക്ക് ജീവിക്കാനുള്ള സംഭവങ്ങളെല്ലാം ഒപ്പിച്ചിട്ടാണ് അവൾ മുങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.